എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയത്ത് വൈകിട്ടത്തെ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ കടൽ കാണാൻ പോവാന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. വൈകിട്ടത്തെ ചായ കുടിയൊക്കെ നേരത്തെ കഴിച്ചിട്ട് നമ്മളിതാ പതുക്കെ കടൽ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ പറമ്പും വീടിൻ്റെ മുറ്റമൊക്കെ കയറി ഇറങ്ങിയാൽ നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലാണ് കേട്ടോ കടൽ. അങ്ങനെ ഇതാ ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് ആറിയ ശേഷം എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വൈകിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കടലിൽ കാണാൻ പോകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് 2 കനാല് പോലെ ഉണ്ട് കേട്ടോ പാലത്തിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നടന്നു പോവാണ്. അങ്ങനെ ആ കനാലിൻ്റെ സൈഡിലായിട്ട് നോക്കുമ്പോഴത്തേനും കുറേ ഞണ്ടുകൾ ഇങ്ങനെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. പിന്നെ അതാ കുറേ പൂക്കൾ, നമ്മുടെ ഇവിടെ ഇതിനെ കാവടിപ്പൂ എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കടലിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കടലിൻ്റെ അവിടെ എത്തിയ പാടെ വീരുക്കുട്ടനൊക്കെ ഓടി കളിക്കാൻ വേണ്ടി പോയിട്ടോ. പിന്നെ അവിടെ പുതിയ എന്തോ റിസോർട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ പുതിയൊരു സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വീരുക്കുട്ടനെ കടൽ കാണുമ്പോൾ വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട്, കടലിൽ ഇറങ്ങി നല്ല കളിയാണ്. അപ്പോൾ ഈ കടലിൻ്റെ അവിടെ ഇതാക്കണ്ടാവും കുറേ പാറകൾ ഇങ്ങനെ പായൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. നമ്മളധികവും പോകുമ്പോൾ ഈ സൈഡിലേക്കാണ് പോവാറ്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങി പതുക്കെ മീനെ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാള് വെച്ചിട്ട് ഇങ്ങനെ മീനെ പിടിച്ചിട്ട് നമുക്ക് കുറേ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കുപ്പി അവിടെ നിന്ന് കിട്ടിയിട്ട് അതിൽ തന്നെ ഉപ്പുവെള്ളവും പിടിച്ചിട്ട് നമ്മൾ ആ മീനിനെ ആ കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആദിച്ചേട്ടനും വീരും കൂടിയിട്ട് അടുത്ത് തന്നെ വീണ്ടും ഒന്ന് കുഴി കുഴിച്ച് കടൽ പോലെ വേറൊരു കടൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ, അതും സന്ധ്യാസമയത്ത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മീനൊക്കെ പിടിച്ച് ഇരുന്നിട്ട് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ.